ഞങ്ങൾ മിഡിൽ ക്ലാസ്സുകാരാ. ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്യും. വഴിയിൽ കൂടി പോകുന്ന ഒരാൾ നമ്മളെ തല്ലിയ പോലും നമുക്കത് അപമാനമാണ്. പ്രതികരിക്കണമെന്ന് തോന്നും. പ്രതികരിക്കണമെന്ന് തോന്നിയാലും കഴിയാറില്ല. കാരണം ഒരു കുടുംബം കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് കുഴപ്പമൊന്നും വരാതിരിക്കാൻ ഒന്നും മിണ്ടാതെ നമ്മളെല്ലാം സഹിക്കുന്നു. അത്തരം ചിന്തകളൊക്കെ ഒരു നിമിഷത്തേക്ക് അറിയാതെ സ്റ്റെക്കായിപ്പോയി. ചേച്ചിയുടെ നേരെ തോക്ക് ചൂണ്ടിയപ്പോൾ എനിക്ക് നിയന്ത്രിക്കാനായില്ല. തെറ്റിപ്പോയി. ഐ എം സോറി. ക്ഷമിക്കണം. എല്ലാവരുടെ മുന്നിൽ വെച്ചാ നീ ഞങ്ങളെ തല്ലിയത്. എന്നിട്ട് ആരും കാണാതെ സോറി പറയുമെന്നാൽ ഞങ്ങൾ ക്ഷമിക്കണം. എടാ സാബു, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഇവിടെ തീർന്നു എന്ന് ഞാൻ കരുതുന്നു. ഇതിന്റെ പേരിൽ ഇനി ഒരു പ്രോബ്ലം ഉണ്ടാവരുത്. പോകാം ഉണ്ണി. അവനെ എന്തിനാ വെറുതെ വിട്ടത്? കൊല്ലായിരുന്നില്ലേ? ശിവന്റെ മേൽ കൈവച്ചാൽ എന്താണ് അവസ്ഥയെന്ന് സിറ്റി മുഴുവൻ അറിയിച്ചു കൊടുക്കായിരുന്നു. ഈ സിറ്റി മുഴുവൻ ഇക്കാര്യം അറിയേണ്ട കാര്യമില്ല. അവൻ മാത്രം. എന്താ ഉണ്ണി? കീ അകത്ത് വെച്ച് മറന്നു തോന്നുന്നു. ഒരു മിനിറ്റ്, ഞാൻ എടുത്തിട്ട് വരാം. അവൻ മരിച്ചാൽ അത് എനിക്ക് നഷ്ടമാ. വെറുതെ ഒന്ന് തോക്ക് ചൂണ്ടിയതിന് അവൻ ഈ ശിവന്റെ ദേഹത്ത് കൈവച്ചു. ഞാൻ നാണം കെടാൻ കാരണക്കാരിയായ ആ സ്ത്രീയാണ് മരിക്കേണ്ടത്. എങ്കിലേ ഞാൻ ജയിക്കൂ. സർ, ഒരു മിനിറ്റ്. എനിക്കറിയാം ഇവിടെ നടന്ന ആക്ഷന് റിയാക്ഷൻ എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യം. ഈ നിൽക്കുന്ന ആളുകളുടെ മുഖത്തുള്ള റിയാക്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം എന്നെ വെറുതെ വിടില്ല എന്ന്. ഇപ്പം നിങ്ങൾ എന്നെ വെറുതെ വിട്ടാലും പിന്നീട് നിങ്ങൾ എന്നെ കൊല്ലാൻ വരുമെന്ന് എനിക്കറിയാം. നീ ഊഹിച്ചത് വളരെ ശരിയാണ്. പക്ഷെ മരിക്കുന്നത് നീയല്ല, നിന്റെ ചേട്ടത്തി. ഞാൻ തല്ലിയതിന് അവരെന്ത് പഴിച്ചു? നിന്റെ തെറ്റിനുള്ള ശിക്ഷ അവളുടെ മരണം മാത്രമാണ്. അതുമൂലം നീ അനുഭവിക്കുന്ന വേദനയാണ് എൻ്റെ ജയം. ഞാനിപ്പോൾ നിന്നോട് പറഞ്ഞു ഞങ്ങൾ മിഡിൽ ക്ലാസ് ആണ്, കുടുംബത്തോട് സെൻറ്റിമെൻറ്റ്സ് ഉള്ള ആളുകളാണെന്നൊക്കെ. അത് കറക്റ്റാണ്. പക്ഷേ ഈ കാര്യത്തിന് വേറൊരു ആംഗിൾ കൂടിയുണ്ട്. പ്രോബ്ലം ആവുന്നതിന് മുമ്പ് പ്രോബ്ലം ഉണ്ടാവാതിരിക്കാൻ പ്രിപ്പയർഡ് ആവുന്നതാണ് നിനക്ക് നല്ലത്. 2 രൂപ ഉള്ളിക്ക് കൂടുമെന്ന് പറഞ്ഞാൽ 4 കിലോ വാങ്ങി വെക്കുന്നവരാണ് ഞങ്ങൾ. എങ്ങോട്ടെങ്കിലും പോകുന്നതിന് 4 മാസം മുൻപേ ടിക്കറ്റ് എടുത്ത് വെക്കുന്നവർ. 50 പൈസ പെട്രോളിന് കൂടുമെന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി പെട്രോൾ പമ്പിൽ പോയി 1/2 കിലോമീറ്റർ ക്യൂ നിൽക്കുന്നവരാണ് ഞങ്ങൾ. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ പോലും ഇത്രയും ശ്രദ്ധിക്കുന്ന ഞങ്ങൾ സ്വന്തം ഫാമിലിയുടെ കാര്യം വരുമ്പോൾ എത്ര ശ്രദ്ധിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കി. എനിക്കറിയാം നീ നിന്റെ പ്ലാനിൽ നിന്ന് പുറകോട്ട് പോവില്ലെന്ന്. നീ കൊല്ലാൻ ശ്രമിക്കുമെന്ന്. നീ ട്രൈ ചെയ്യ്, ഞാൻ രക്ഷിക്കാനും ശ്രമിക്കാം. രക്ഷിക്കാൻ ശ്രമിക്കാന്നോ? എത്ര ദിവസം നിന്നെ കൊണ്ട് അതിന് സാധിക്കും? നീ പറ, നമുക്കൊരു ടൈം ഫിക്സ് ചെയ്യാം. ശരി, ഞാൻ നിനക്ക് 20 ദിവസത്തെ സമയം തരാം. നിനക്ക് അത്രയും ദിവസം വേണം?